അങ്ങ് മരുഭൂമിയിൽ വല്ലാത്ത വെയിലിൻ്റെ കാഠിന്യമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ അവരുടെ കൂടെ എപ്പോഴും പോകും. എൻ്റെ ശബ്ദം നല്ലൊരു ശബ്ദമാണ്, നല്ലതുപോലെ പാട്ട് പാടും എന്നതുകൊണ്ട് എന്നെ കൂടെ കൂട്ടും. അവർ നൃത്തം ചെയ്യും, ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്നിട്ട് അവരെന്നോട് പറയും, ബിലാലെ ഒരു പാട്ട് പാട്. ഞാൻ പാട്ട് പാടും, അവരിങ്ങനെ ആസ്വദിക്കും. ഈ പാട്ടും കൂട്ടുമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു സന്ദർഭമുണ്ട്. അവർ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കും, ആസ്വദിക്കും, കുടിക്കും, ആളുകളോട് വൃത്തിയില്ലാത്ത രീതിയിൽ പെരുമാറും. ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എന്നിട്ട് അവസാനം ഭക്ഷണം കഴിച്ച് അവർ പിരിയുന്നൊരു സമയമുണ്ട്. ഞാൻ പാട്ട് പാടി അവശ്യനായിട്ടുണ്ടാകും. അവർ കഴിക്കുന്നതിൽ നിന്ന് അല്പമെങ്കിലും എനിക്ക് തന്നാലോ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവർ കഴിച്ചു, എല്ലുകൾ മാത്രം ബാക്കിയായി. എനിക്കൊന്നും കഴിക്കാൻ തന്നിട്ടില്ല. എനിക്ക് തന്നത് ഇടക്കിടക്ക് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ അവശ്യനായി എൻ്റെ പാട്ട് നിന്നു പോയപ്പോൾ ചാട്ടവാറ കൊണ്ടുള്ള അടികൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു അനുഭവം പറയുന്നത് കറുകറുത്ത സ്വഹാബിയായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അവർ പറയുന്ന ചരിത്രമാണ്. വല്ലാത്ത ക്രൂരതകൾ, വല്ലാത്ത വേദനകൾ, ത്യാഗങ്ങൾ സഹിച്ചു തൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് മാത്രം എന്നെ കൂടെ കൂട്ടി. അവസാനം എൻ്റെ പാട്ട് കഴിയുമ്പോൾ എന്നെ അവർ കൈയൊഴിയും. അവസാനം മക്കത്ത് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കേട്ട് വല്ലാതെ സന്തോഷിച്ചു. അവസാനം റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പോകുന്നൊരു സന്ദർഭമുണ്ട്. ദൂരേന്ന് റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ കറുത്തവനല്ലേ, എന്നെ എല്ലാവരും അകറ്റി നിർത്തും, എല്ലാവരും മാറ്റി നിർത്തും. പക്ഷേ മുത്ത് നബിയുടെ അരികത്ത് ഞാൻ ചെന്നാൽ എന്നെ മാറ്റി നിർത്തുമോ, എന്നെ ചേർത്ത് പിടിക്കോ, എന്നോട് കുശാലങ്ങൾ പറയോ, എന്നെ സ്വീകരിക്കോ? ഒരുപാട് തെറ്റിദ്ധാരണകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ പതിയെ മുത്ത് നബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവസാനം മുത്ത് നബിയുടെ അരികത്തേക്ക് മെല്ലെ മെല്ലെ ഞാൻ പോവുകയാണ്.